Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ 4 ഇയർ നഴ്സിംഗ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കുട്ടികൾ അലോട്ട്മെൻ്റ് ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ചിലർക്ക് അഡ്മിഷനൊക്കെ സെറ്റായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഈ നഴ്സിംഗ് ഫീൽഡ് ചൂസ് ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയ കുറേ പേരുടെയൊക്കെ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോകുന്നതും അതിനെപ്പറ്റിയൊക്കെ അറിയുന്നതൊക്കെ. ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പം പലർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നഴ്സിംഗ് ഫീൽഡൊക്കെ എളുപ്പമായിരിക്കും, എന്താ പ്രാക്ടിക്കൽ സൈഡ് മാത്രം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നൊക്കെ ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ നഴ്സിംഗ് ഫീൽഡ് എടുക്കുകയും ചെയ്യരുത്. നമ്മൾ പ്രാക്ടിക്കലും തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന പോലെ തന്നെ അനാറ്റമി, ഫിസിയോളജി എല്ലാം നമുക്ക് ഇതിലും പഠിക്കാണ്ട്. അവർ പഠിക്കുന്ന അത്ര കുറേ അധികം നമ്മൾ പഠിക്കണമെന്നില്ല, കുറച്ച് ബ്രീഫായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നഴ്സിംഗ് ഫീൽഡ് പ്രാക്ടിക്കലിനും തിയറിക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഫീൽഡാണ് നഴ്സിംഗ് ഫീൽഡ്. ഇനി കോളേജിൻ്റെ കാര്യം വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നഴ്സിംഗ് കോളേജസും സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സ്ട്രിക്ട്നെസ് ആണത്. പിന്നെ ഫോണ്, ചില കോളേജസ് ഒന്നും ഫോണൊന്നും അലൗഡ് അല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ 4 വർഷം ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയർ ഞങ്ങൾ കോവിഡ് ബാച്ച് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ ബാച്ച് തുടങ്ങുമ്പോൾ കോവിഡ് ആയിരുന്നു. അപ്പം ക്ലാസ്സൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പകുതിയും ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു. അപ്പം അസൈൻമെൻറ്റ്സും ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പകുതിയായപ്പോൾ ഞങ്ങൾ ക്ലാസ് തുടങ്ങിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾ ക്ലാസ്സിൽ 17 പേർക്ക് കോവിഡ് വന്നു. അങ്ങനെ അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ വിട്ടു, ക്ലാസ്സിലെല്ലാവരും വീട്ടിൽ വിട്ടു. പിന്നെ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയി. പിന്നെ എല്ലാം കോവിഡൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഓൺലൈൻ ക്ലാസ്സിലോട്ടായി. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 7 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം സെം വൈസ് ആണ്. സെം വൈസിൽ ഇപ്പം ആകെ കുറച്ച് സബ്ജക്റ്റേ ഉള്ളൂ. അനാറ്റമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി 4 സബ്ജക്റ്റൊക്കെ ഉള്ളൂ. സെം ആയതുകൊണ്ട്. ഞങ്ങൾ പഠിച്ചപ്പോൾ 7 സബ്ജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പാടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല പാടായിരുന്നു ഫസ്റ്റ് ഇയർ എനിക്ക്. നമ്മൾ ഈ പ്ലസ് ടുവിൽ ഈ ലാംഗ്വേജും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ബയോളജി ഒക്കെ പഠിച്ചു വന്നപ്പോൾ ഇതെന്ന് പറയുന്ന വേറൊരു യൂണിവേഴ്സാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ. പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ നോക്കാൻ, വൈറ്റൽ സയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പേഷ്യൻസിനെയൊക്കെ നമ്മളൊരു നേഴ്സായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ പരിഗണിച്ച് നമുക്ക് അതുപോലെ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോലിയൊക്കെ ആത്മാർത്ഥതയെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ആത്മാർത്ഥത നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ പോയി. ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ വലിയ നേഴ്സായി എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ കോളേജിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് കോളേജിൽ നമ്മളെ റിട്ടൺ ഡെമോ ചെയ്യിപ്പിക്കും. ഡെമോ ഒരു ഡമ്മിയിൽ വെച്ചായിരിക്കും ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന ബെഡ് മേക്കിംഗ് ആണ്. ഹോസ്പിറ്റലിൽ ബെഡൊക്കെ എങ്ങനെ വിരിച്ചിടും എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളെ കോട്ടൺ ബോൾ ഉണ്ടാക്കാനാണ് പഠിപ്പിച്ചത്. ഇതൊക്കെ വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നേഴ്സിങ്ങിന് കയറിയപ്പോൾ തന്നെയാണ് ഒരു ചെറിയൊരു കോട്ടൺ ബോൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണെന്ന്. അങ്ങനെ അതുണ്ടാക്കാൻ പഠിച്ചു. ബെഡൊക്കെ വിരിക്കാനൊക്കെ പഠിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ നേഴ്സിങ്ങിൻ്റെ പ്രാക്ടിക്കലിൻ്റെ തുടക്കം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചെറിയ ഇങ്ങനെ ടെമ്പറേച്ചർ നോക്കാനും BP നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ പ്രാക്ടിക്കൽസിലൊക്കെ കയറുമ്പോൾ. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എനിക്ക് സെക്കൻഡ് ഇയറിലുണ്ടായിരുന്നത് മെഡിക്കൽ സർജിക്കലും കമ്മ്യൂണിറ്റി ഹെൽത്തും സോഷ്യോളജി പിന്നെ ഫാർമക്കോളജി ഇതൊക്കെയാണ് എനിക്കുണ്ടായിരുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പുറത്ത് കമ്മ്യൂണിറ്റി, അതായത് റൂറൽ ഏരിയസിലും ഒക്കെ പോയിട്ട് അവിടെ അവരുടെ യൂറിൻ കളക്ട് ചെയ്ത് നമ്മളത് പ്രൊസീജിയറാണ്. യൂറിൻ കളക്ട് ചെയ്ത് വീടുകളിൽ പോയിട്ട് യൂറിൻ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഫുഡൊക്കെ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ
എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ സർജിക്കലിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിലാണ് OT തുടങ്ങുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കയറി ഒരു പ്രൊസീജിയർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരെയാണ് ഞങ്ങൾ OTയിൽ വിട്ടത്. ഞങ്ങൾക്കന്ന് ഫസ്റ്റ് OT ഞങ്ങൾക്ക് രാത്രിയിലായിരുന്നു. രാത്രി ഒരു 7:30 കഴിഞ്ഞാണ് ഞങ്ങളെ OTക്ക് വിളിച്ചത്. OTക്ക് വിളിച്ച് ഞങ്ങൾ പോയി 4 പേര്. ഫസ്റ്റ് OT എൻ്റെ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. എക്സൈറ്റഡ് ആയിട്ട് പോയി ഞങ്ങൾ 4 പേരും അത് നിന്ന് കഴിഞ്ഞ് ഡോക്ടർ സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തു. സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തു. ഞാൻ തറയിൽ കിടക്കുന്നു. പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ തല ഇറങ്ങി വീണു. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ എന്താ ഡോക്ടർ പിന്നെ ബോധമില്ല. പിള്ളേരെന്നെ എടുത്തോണ്ട് അപ്പുറത്ത് കൊണ്ടിരുത്തി. നേരത്തെ എന്താ ഇപ്പം നടന്നേ എന്നുള്ള രീതി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നു. പിന്നെ ബാക്കി പ്രൊസീജിയർ എല്ലാം കണ്ടു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് OT എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല എൻ്റെ ഫസ്റ്റ് OT. പിന്നെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ എന്താ ബോധത്തോടിരുന്ന് കണ്ടു. തല കറങ്ങിയൊന്നും വീണില്ല. എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്നു ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മെഡിസിൻ്റെ ഓരോ ആക്ഷനൊക്കെ പഠിക്കണം. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഇനിയുള്ള ഞങ്ങളുടെ തേർഡ് ഇയറാണ്. തേർഡ് ഇയർ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഴ്സിംഗ് ഫീൽഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയർ ആയിരുന്നു തേർഡ് ഇയർ. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഔട്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. മെൻ്റൽ ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത്, പിന്നെ മെഡിക്കലും സർജിക്കലും, പിന്നെയുള്ള റിസർച്ച്, ഇത്രയായിരുന്നു സബ്ജക്റ്റ്. ഞങ്ങൾക്ക് ഔട്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് മെൻ്റൽ ഹെൽത്തിനുണ്ടായിരുന്നു, പിന്നെ മെഡിക്കൽ സർജിക്കലിനും ഉണ്ടായിരുന്നു. തേർഡ് ഇയറിൽ മെൻ്റൽ ഹെൽത്ത് പോസ്റ്റിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഊളംപാറയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഔട്ട് പോസ്റ്റിംഗ് 1 month ഊളംപാറയിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് PG ആയിട്ട് എവിടെയെങ്കിലും നിൽക്കാമായിരുന്നു. പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. രാവിലെ 8 മണിക്ക് പോയി 4 മണി വരെ പോസ്റ്റിംഗ് ഉണ്ട്. 8 തൊട്ട് 4 മണി വരെ ഞങ്ങൾ ആ ഊളംപാറയിൽ അതിൻ്റെ അകത്തായിരിക്കും. കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച്. കുറേ തരം ആളുകളെ കാണാൻ പറ്റി. അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നു. പിന്നെ അവിടെ വെച്ച് നമുക്ക് അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റി. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന പിന്നെ ഞങ്ങൾക്ക് RCC പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടായിരിക്കും. കാരണം കുറേ ആൾക്കാരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ കൈയൊക്കെ മുറിഞ്ഞു എന്നുള്ള ഭയങ്കര വേദന എടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര വലിയ വേദനയായിരിക്കും. പക്ഷെ അവിടെ RCC പോസ്റ്റിങ്ങിന് പോയ എല്ലാവർക്കും പറയാനുള്ളത് നമ്മളൊന്നും സഹിക്കുന്ന വേദന ഒന്നുമല്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ജീവന് വേണ്ടി അവർ ഭയങ്കരമായിട്ടും സഫർ ചെയ്യും അവിടെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാവും എല്ലാവർക്കും. RCC പോസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പോസ്റ്റിങ്ങിന് പോയപ്പോഴും. പിന്നെ എല്ലാവരുമായിട്ട് ഞങ്ങൾ അവിടെ എല്ലാവർക്കും ഞങ്ങൾ ഹാപ്പിനെസ് കൊടുക്കാൻ തുടങ്ങി. അതായത് നമ്മളെല്ലാവരോടും പോയി മിണ്ടും, അവർക്ക് വേണ്ട എല്ലാ സഹായവും, അതായത് നമുക്ക് കൊടുക്കാൻ പറ്റിയ കെയറൊക്കെ അവർക്ക് കൊടുക്കും, കുറേ സംസാരിക്കും, അവരെ ഹാപ്പി ആയിട്ട് നിർത്തും. അവരുടെ സിസ്റ്റേഴ്സൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കും. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു RCC പോസ്റ്റിങ്. നമുക്ക് ഒരിക്കലെങ്കിലും നമ്മൾ RCC പോയിട്ട് ഇവരോടൊക്കെ സംസാരിച്ച് നോക്കിയാൽ നമുക്ക് ഭയങ്കര നമ്മുടെയൊക്കെ ഒന്നുമല്ല എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് RCC പോസ്റ്റിങ്. പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് SCT പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതും ഔട്ട് പോസ്റ്റിംഗ് തന്നെയായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറേ മെമ്മറീസൊക്കെ കിട്ടി. ഞങ്ങൾക്ക് വന്ന മാഡംസും നല്ല സപ്പോർട്ടീവായിരുന്നു. മെൻ്റലിന് വന്ന ഞങ്ങളുടെ മാംസും എല്ലാം സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തേർഡ് ഇയർ ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഇയർ ആയിരുന്നു. പിന്നെ തേർഡ് ഇയറിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാത്സ് നമ്മൾ ഓർക്കും +2 കഴിഞ്ഞതോടെ മാത്സ് തീർന്നു. നഴ്സിംഗ് എടുത്ത ചിലവർ മാത്സ് ഇല്ല എന്നുള്ള രീതിയിലും കൂടെയാണ്. പക്ഷേ തേർഡ് ഇയർ ആകുമ്പോൾ നമുക്ക് മാത്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സെമ്മിൽ അത് 7th സെമിസ്റ്ററിലാണെന്ന് തോന്നുന്നു റിസർച്ച് ഉള്ളത്. അപ്പം മാത്സ്
നമ്മൾ കുറേയധികം പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്ട് നമ്മളൊരു റിസർച്ചാണ്, അത് നമ്മളൊരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് അതിലും മാത്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റിസർച്ച് എന്ന് പറയുന്നത് നല്ലൊരു ഗൈഡിനെ തന്നെ കിട്ടി ഞങ്ങൾക്ക്. അതുകൊണ്ട് നല്ല റിസർച്ച് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ഉള്ള ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ NICUലൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ഇടും. അപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞു വാവകളെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് അപ്പോഴായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് നമുക്കൊരു കുട്ടിയെ തരും. അപ്പം ആ കുട്ടിയോട് നമ്മൾ അത്രയും നേരം വർത്താനം പറഞ്ഞ് മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എക്സാമിനർ വരുമ്പോൾ ആ കൊച്ചിൻ്റെ പേര് ചോദിച്ചാൽ പോലും ചിലപ്പോൾ പറയത്തില്ല. അപ്പോൾ നമ്മുടെ മാർക്കാണ് അവിടെ പോകുന്നത്. ചില കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എന്ത് വന്നാലും എനിക്ക് തേർഡ് ഇയർ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇനിയുള്ള എൻ്റെ ഫൈനൽ ഇയർ, ഫോർത്ത് ഇയർ എന്ന് പറയുമ്പോൾ കുറേ ഇമോഷൻസ് ബ്ലെൻഡായൊരു ഇയറാണ്. ഇതിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് OG പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന 2 സബ്ജക്റ്റാണ് നഴ്സിംഗ് എഡ്യൂക്കേഷനും അഡ്മിനിസ്ട്രേഷനും. ഇതിൽ OG പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻറ്റ് ഗൈനക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു പ്രസവം നേരിട്ട് കാണാനും അതിൽ അസിസ്റ്റ് ചെയ്യാനും പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഫൈനൽ ഇയറിൽ ഞങ്ങൾ കുറേ ഡെലിവറീസ് കണ്ടിട്ടുണ്ട്. കുറേ ഡെലിവറീസിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കെയർ ചെയ്യാൻ മദർ കെയറും ചൈൽഡ് കെയറൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതും വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും നാൾ നമ്മൾ പ്രസവ വേദന കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. അവർ എടുക്കുന്ന പെയിനൊക്കെ എന്തോരമാണെന്ന് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെക്കൻഡ് ഇയറിലും ഉണ്ട്, ഫോർത്ത് ഇയറിലും ഉണ്ടായിരുന്നു. ഫോർത്ത് ഇയറിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ പോയി, കുറേ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ കുറേ വിസിറ്റൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. TB സെൻറ്റർ, അങ്ങനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഇൻഡസ്ട്രിയിലും നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം അങ്ങനെ വിസിറ്റിന് വേണ്ടി പോകുന്ന കുറച്ച് ദിവസങ്ങളുണ്ട് ഫോർത്ത് ഇയറിൽ. അങ്ങനെ അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ പോസ്റ്റിംഗ് ആണെങ്കിലും സൂപ്പറാണ്. ഫുഡൊക്കെ വെക്കാൻ നമ്മൾ മാംസ് ഞങ്ങളെ ഇങ്ങനെ ഓരോ വീടുകൾ സർവേ എടുക്കാനൊക്കെ വിടും. നമ്മൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നല്ല രസമാണ്. കുറേ ചിരിക്കും, കുറേ കുരുത്തക്കേടൊക്കെ ഞങ്ങൾ അതിന് പോസ്റ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫോർത്ത് ഇയറിൽ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ വേണ്ടി അത് ഞങ്ങൾക്ക് മാർക്കും ഉണ്ട്. നമ്മുടെ മാംസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. നമ്മൾ ആ കുട്ടികൾക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാം പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഡെമോ പാർട്ടും ഉണ്ട്, ഡെമോൺസ്ട്രേഷനും ഉണ്ട്. അതും കാണിച്ചൊക്കെ കൊടുക്കണം. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഈ ഒരു 4 ഇയർ ജേർണിയിൽ. ഇതൊക്കെയാണ് എൻ്റെ 4 വർഷത്തെ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് ഫോർത്ത് ഇയറിലായിരുന്നു ഞങ്ങളുടെ ടൂറൊക്കെ സൂപ്പറായിരുന്നു. ചില കോളേജിലൊക്കെ ഓരോ ഇയറും ടൂർ കൊണ്ടുപോകുന്നവരുണ്ട്. ഞങ്ങളുടെ കോളേജിൽ ഫോർത്ത് ഇയറിലാണ് ഞങ്ങൾക്ക് ടൂർ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ നേഴ്സിംഗ് ലൈഫ് എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് കുറച്ചധികം സ്ട്രെസ് ഉണ്ടായിരുന്നു. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, എങ്കിലേ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഇൻഫോർമേറ്റീവായിട്ട് നേഴ്സിങ്ങിനെ പറ്റിയും അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ അതിനെപ്പറ്റിയൊക്കെ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.